ഹലോ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോ. നമ്മളെ ചോദ്യം ഇതാണ്. നിങ്ങളെ ചോദ്യം നിങ്ങളെ ചോദ്യമല്ല. ആദ്യം ഞാനൊരു ചോദ്യം എഴുതി പ്രിന്റ് ചെയ്ത് തന്നിട്ട് മാസങ്ങളായല്ലോ. അല്ല, നിങ്ങളിപ്പോ പുതിയ ഞാനിപ്പോ ആവശ്യപ്പെടുന്നത്, ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ സംവാദത്തിൽ ആരാണെന്നാണ് പറഞ്ഞത്. സംവാദത്തിന് തയ്യാറാണ്. അതെ. അപ്പോ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യില്ല, മൗലവി, 5 ചോദ്യം ഇപ്പൊ ഞാൻ എന്താക്കണോ, കാറ്റിൽ വിടണോ? 5 ചോദ്യം കാറ്റിൽ വിടണ്ട, സംവാദത്തിലേക്ക് വിട്ടോ. അതെ, സംഭവത്തിന്. അതെ, ഞാനതാ ചോദിക്കുന്നത്. നമ്മൾ ഇതുവരെ വന്നൊരു ചർച്ച ഉണ്ടല്ലോ, ആ ചർച്ചയുടെ തുടർച്ചയായി പരിസമാപ്തിക്കാൻ നിനക്ക് ഒരു സംവാദം സംഘടിപ്പിക്കാം. നിങ്ങൾ ഞാൻ ഇന്ന് തന്നെ തയ്യാറാണ്. ഇന്ന് നിങ്ങൾ വന്നോ? എഴുതിയിട്ടുള്ളൂ. എഴുതാത്തൊരു പരിപാടിക്കില്ല. അല്ല, എങ്ങനെ എഴുതുന്ന നിയമങ്ങളും ചട്ടങ്ങളും എഴുതണം. ചട്ടങ്ങൾ നിങ്ങൾ പറഞ്ഞ ആൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇത് വെക്കാം. ഇത്ര ആളുണ്ടാവും, പിന്നെ ഇത്ര മനുഷ്യന്മാരുണ്ടാവും. അല്ല സുഹൃത്തെ, നിങ്ങൾ ആര് വേണമെങ്കിൽ കൊണ്ടുവന്നോ? നിങ്ങൾ ഞങ്ങൾക്കത് അറിയാം, നിങ്ങൾ ആയത് പണ്ഡിതൻ. അല്ല, എത്ര ആളുണ്ടാവും, എങ്ങനെ ആയിരിക്കണം എന്നുള്ള സാധാരണ എഴുതുന്ന. ഞങ്ങളൊരു 10 ആളുണ്ടാവും. നിങ്ങൾ എത്ര ആളുണ്ടാവും? നിങ്ങൾ 5 ആൾ കൊണ്ടുവന്നോ? 5 ആളുണ്ടോ? അല്ല, എഴുതണം. അല്ല, എഴുതാൻ ഇത് നമുക്കിപ്പോ ഒരു രേഖക്കല്ല എഴുതുന്നത്. ഇത് നമുക്ക് രേഖ. ഇത് രേഖയൊക്കെ ഈ ടെലിഫോൺ സംഭാഷണം, നമ്മൾ അന്നൊരു ടെലിഫോൺ സംഭാഷണമാണല്ലോ രേഖയായി. അപ്പോ 15 ആളുണ്ടാവും. നിങ്ങൾ 5 ആൾ. അത് പറ്റല്ലേ? ഞങ്ങൾക്ക് മുദ്ര പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് ഇപ്പൊ എന്താ നടക്കേണ്ടത്? സാധാരണ കേരളത്തിൽ നടക്കുന്നത് പോലെയുള്ള സംഭാഷണം. കേരളത്തിൽ സാധാരണ നടക്കുന്ന സംഭാഷണം എന്ന് വെച്ചാൽ, നമുക്ക് വിഷയം 5 ചോദ്യം തന്നിട്ട് 3 മുറായിട്ട് ഒരു മറുപടി പറയാത്ത നിങ്ങൾക്ക് ഒരല്പം ലജ്ജ വേണ്ട ചോദിക്കുന്നതിന്. നിങ്ങൾ ആ മറുപടി എഴുതി തരൂ. എന്നിട്ട് നിങ്ങൾക്ക് 5 ചോദ്യം ഞാൻ തന്നിട്ട് ഇതുവരെ നിങ്ങളൊരു മറുപടി പറയാനും അതിൽ എഴുതി തരാനായില്ല. 3 പ്രാവശ്യം ഞങ്ങൾ ഒന്നിച്ചിരുന്നു. 3ാമത്തെ പ്രാവശ്യം കേരളത്തിൽ ഇത്രയില്ലാത്തവരും നിങ്ങൾ നെറുകിവരി കാണിച്ച് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. തോറ്റാച്ച ഇറങ്ങിപ്പോയ നിങ്ങളെ ആദ്യം എഴുതേണ്ടത് എന്താണോ? നിങ്ങൾ ആദ്യം എഴുതണ്ടേ ഞങ്ങള് അതെല്ലാം നിങ്ങളെ വ്യാഖ്യാനങ്ങളും ന്യായീകരണം. നമ്മളെന്നാ ഒരു കാര്യം ചെയ്യാം. ആ സംഭാഷണം നടന്ന സീരി വെച്ചിട്ട് നമ്മൾ നിങ്ങൾ അഞ്ഞക്കുളം സ്ഥലത്ത് പരസ്യമായിട്ട് ആ സീരി വെച്ചിട്ട് നിങ്ങൾ ചെയ്തതോ ഞാൻ ചെയ്തോ ശരിയെന്ന് നമ്മളിപ്പോ ഒരു പരവേദിയിൽ വെച്ചിട്ട് നിങ്ങൾ ഇരിക്കുമോ? എന്നോടി മഞ്ഞക്കുളം ഇരിക്കുമോ? എന്നിട്ട് നമുക്ക് സീരിയൽ പ്രദർശിപ്പിക്കാം. അല്ല, അത് തന്നെ വിഷയം. അത് തന്നെ വിഷയം. അത് തന്നെ വിഷയത്തിനൊരു മാറ്റമില്ലല്ലോ. വിഷയം പണ്ടേ ഉള്ള വിഷയം തന്നെ. നമ്മൾ സംസാരിച്ച വിഷയം, നമ്മളിപ്പോ സംസാരിച്ച വിഷയത്തില് നിങ്ങൾ 3 പ്രാവശ്യം മറുപടി ആയില്ലേ? നിങ്ങൾ 3ാമത്തെ പ്രാവശ്യം മറുപടി പറഞ്ഞാലേ വ്യക്തമായിട്ട് പറഞ്ഞാലേ ഇല്ല. നിങ്ങൾ പറഞ്ഞാൽ യഥാർത്ഥ വായിച്ച് പറയണ്ടേ? എന്നാൽ നിങ്ങൾക്ക് കുൽഹു അല്ലാഹു ഓതിയിട്ട് പറഞ്ഞാൽ പോലെ സ്ത്രീ ജമാഅത്ത് സുന്നത്താണ്. അതുപോലെ ഔദുബിറബിൽ അല്ല മൗലവി, നിങ്ങൾ ബുദ്ധി ഒന്നുകൂടെ വ്യക്തമായി പറയാം. കേരളത്തിൽ നടക്കുന്നത് പോലെ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഞാനും തയ്യാറാണ്. അതിന് പിന്നെ നിയമങ്ങൾ ഞങ്ങൾ എഴുതണം. നിങ്ങൾ ഇന്ന് വന്നു നിയമവും ചട്ടവും IPC-ന് ഇന്ന് അസറിന് എഴുതാം. നിയമവും ചട്ടവും എഴുതാം. നിങ്ങൾ ആരെല്ലാം ഉണ്ടാകുക? എത്ര ആളുണ്ടാവും? ഞാന് IPC-ന് തന്നെ എഴുതണല്ലേ? അത് അങ്ങനെ നിങ്ങൾ പറഞ്ഞാമല്ലോ. എന്റെ ഞാൻ പറയുന്നതല്ല. നിങ്ങളെ സ്ഥലത്ത് പോയാൽ ഞാൻ ഇറക്കി വിട്ടിട്ട് പിന്നെ അങ്ങോട്ട് വിളിക്കുക. നിങ്ങൾക്ക് എന്താ നിങ്ങൾ അത്ര വലിയ വിദ്യ? സംവാദം നടക്കേണ്ട തീയതിയും ഡേറ്റാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, നിയമങ്ങളും ചട്ടങ്ങളും എഴുതുന്നല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആയിക്കോട്ടെ, നിങ്ങൾ IPC-ലൊന്ന് വാ. ഒരു കാര്യം ഞങ്ങൾ വീട്ടിലേക്ക് വരാം, മണിയൂരേക്ക്. എന്താണ് ഞാൻ പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ വരാന്ന് പറഞ്ഞത്. അതിപ്പം റെക്കോർഡുണ്ട്, അത് ഞാൻ വെക്കൂ. ആദ്യം റോഡുണ്ട്. ഞാനെന്താ സംവാദം എവിടെ നടക്കണം, ഏത് തീയതിക്ക് നടക്കണം, ഏത് സമയത്ത് നടക്കണം? അല്ല, എന്റെ വീട്ടിൽ ഞങ്ങൾ ഓക്കെ. നിങ്ങളിപ്പം വരൂ. എന്റെ വീട്ടിൽ വെച്ച് പറ്റൂല. വീട്ടില് നമ്മള് കുടലുള്ളതല്ലേ. നമുക്കൊരു പൊതു ഏരിയാക്കാം. പയ്യോളി IPC സ്കൂൾ, അതല്ലേ ഒരു പൊതു ഏരി. അതല്ലേ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും പയ്യോളി IPC സ്കൂൾ. അല്ല, ഇനിയിപ്പോ പയ്യോളി IPC അല്ലെ അൽഹിദായ പറഞ്ഞൊരു സ്കൂളുണ്ട്. അവിടെ വന്നോ? എവിടെയാ അത് പയ്യോളി തന്നെ. പയ്യോളി വിളിച്ചാൽ മതി. പയ്യോളി എത്തിയിട്ട് നിങ്ങൾ റിയാദ് ട്രാവൽസിന് അന്വേഷിച്ചാൽ മതി, ടൗണില്. അപ്പൊ നിങ്ങൾ എത്ര വരൂ? ഞാന് ഇവിടുന്ന് അസർ നിസ്കാരം കഴിഞ്ഞ് വരും. ഒരു 5 മണിയാകുമ്പോ ഞാൻ നിങ്ങൾ എത്ര ആവും?
ഇയാളെ കണക്കത്തിന് പിന്നെ എടുക്കുന്ന അല്ല ഞങ്ങൾ ആളുണ്ടാവും, അതാണ് കുറെ ആളുണ്ടാവും. നിയമങ്ങളും ചട്ടങ്ങളും എഴുതാൻ മാത്രമാണ് വരുന്നത്. അതെ, ഞങ്ങൾ കുറെ ആളുണ്ടാവും. അത് ഞങ്ങൾക്ക് പിടിച്ചത് നിങ്ങളെ നിയമവും ചട്ടമൊക്കെ അറിയാം, ജനങ്ങളൊന്നും അറിയിക്കണോ? ഞങ്ങൾ കുറെ ആളുണ്ടാവും. ആയിക്കോട്ടെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. അന്നേരം നമ്മളെ ഇതുവരെ സംസാരിച്ച സംസാരവും പിന്നെ നമ്മളെ ചോദ്യവും അവിടെ നിയമവും ചട്ടം വരും. എങ്ങനെ വരുന്നത്? അല്ല, നിയമവും ചട്ടം നമ്മൾ ഇന്ന വിഷയം എന്നൊക്കെ പറയുമല്ലോ. ഇന്ന വിഷയം നമ്മൾ ഇതുവരെ സംസാരിച്ചതും അതിന് സാക്ഷിയായ ഷമീദും അതിന് സാക്ഷിയായ കുട്ടികൾക്കും അവിടെ ഉണ്ടാവും. അതൊക്കെ അവരെ കാര്യങ്ങൾ പറയും. എന്റെ ചോദ്യം ഞാൻ അവിടെ ആവർത്തിക്കും. അതിനും നിങ്ങൾ നടന്നത് ഞാൻ അവിടെ പറയും. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ റെക്കോർഡ് പരിശോധിക്കും. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞെന്നും എന്താ പറഞ്ഞിട്ടില്ലാത്തതെന്നും എന്നോട് ആദ്യം നിങ്ങൾ പറഞ്ഞതും അതൊക്കെ പരിശോധിക്കപ്പെടും. ചോദ്യം എന്തായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കും. അല്ല ചോദ്യം ഞാൻ പറയുന്നത് അവിടെ ചർച്ച വരെ പറഞ്ഞത്. എന്തിനാ ചർച്ച വരുന്നത്? അല്ല, എന്തോ ആയിക്കോട്ടെ. നിങ്ങൾ എത്ര മണിക്ക് എത്തും? സമയം കൃത്യമായിട്ട് പറയാം. ഒരു കാവണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടായ പ്രശ്നം നിങ്ങൾ പറഞ്ഞോ സമയം. അല്ല, നിയമങ്ങളും ചട്ടങ്ങളും എഴുതാൻ നിങ്ങൾ കച്ചറ നിയമവും ചട്ടവും എന്ന് വെച്ചാൽ വ്യവസ്ഥക്ക് വിഷയം ഉണ്ടാവൂലേ? വിഷയം നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഒന്ന് പരിശോധിക്കേണ്ടി വരൂലേ? ചർച്ച പരിശോധിക്കണം, സംവാദത്തിലേക്ക് കിട്ടണം. അതേ എന്താണ് ചർച്ച എന്നറിയാണ്ട് ഇവരെന്ത് എന്ത് നിയമവും ചട്ടം നമ്മൾ എഴുതുക? ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ല, ഏതെങ്കിലും വിഷയം ഞാൻ ചോദിച്ച 5 ചോദ്യം തന്നെ അതിലല്ലേ നിങ്ങള് ഞാൻ എഴുതി തന്ന 5 ചോദ്യത്തിൽ ചർച്ചക്കല്ല നിങ്ങളുള്ളത്? നിങ്ങൾ തമ്മിൽ ചോദിച്ചാൽ ചർച്ചയ്ക്ക് അതെ, ആ വിഷയം 5 ചോദ്യം. ആ വിഷയം എങ്ങനെ ചർച്ച എങ്ങനെ അത് ഓക്കെ, നിങ്ങൾ വന്നോളൂ. അപ്പൊ ഞാൻ തന്നായ ക്വസ്റ്റ്യനും തരണം. എന്നിട്ട് നമ്മൾ വീഡിയോ ഇന്നലെ പിടിച്ച വീഡിയോ ഞാൻ പിടിച്ച വീഡിയോ നമുക്ക് അവിടെ നിങ്ങൾ എന്തെങ്കിലും വാക്ക് മാറുന്നതാണെങ്കിൽ നമ്മൾ അന്നേരം വീഡിയോ ഒക്കെ വെക്കും. നമ്മളെന്തിനും വാക്ക് മാറുന്നു. വ്യവസ്ഥ എഴുതാൻ മാത്രമേ നമ്മൾ. അതെ, നിങ്ങൾ എത്ര ആളെ വരും? വേറെ സംസാരത്തിനൊന്നും ഞാൻ വരും. വ്യവസ്ഥ എഴുതാന്ന് പറഞ്ഞാൽ വ്യവസ്ഥ സാധാരണ കേരളത്തിലുള്ള വ്യവസ്ഥ വലിയ 8-9 മണിക്കൂർ നാലുണ്ട്. അപ്പൊ സംസാരം ആവലുണ്ട്. വ്യവസ്ഥ നേരം നിങ്ങൾ വന്ന് ഇന്ന് ചോദ്യം ഇന്നുത്തരം അങ്ങനെയല്ലല്ലോ. വ്യവസ്ഥ അങ്ങോട്ട് ഇങ്ങോട്ട് ചർച്ച ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ചർച്ചയൊക്കെ പ്രതീക്ഷിച്ച് വന്നോ? വിളിച്ചു പറഞ്ഞ ആള് ആരാണെന്ന് തിരിച്ചങ്ങോട്ട് വിളിച്ചപ്പോ ഞാനൊരു നാട്ടുകാരനാണെന്നും എന്നോട് ഹിദായത്തുള്ള മൗലവി പോകുമ്പോൾ ഏൽപ്പിച്ചതാണെന്നും പറഞ്ഞു. അത്